എൻ്റെ പേര് ലിസി. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പൗലോ കിച്ചൺ എന്നാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിന്നിപ്പോൾ കാണിക്കാൻ പോണത് ഒരു മോരേറി ചെറിയ ഞാൻ ചെയ്യണ പോലെ കാണിച്ചു തരുവാണ്. ഞാൻ 2 കവറ് തൈര് മേടിച്ചതാണ്. മിൽമയുടെ തൈര് എടുത്തേക്കണത്. മിൽമയുടെ തൈരിന് നമുക്ക് കട്ടി കൂടുതലുണ്ട്, അപ്പം ടേസ്റ്റ് കൂടുതലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ, 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി, ഇച്ചിരി ജീരകം, കരിയാപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, ഇതെല്ലാം ഞാൻ മിക്സിയിലിട്ട് അരയ്ക്കുവാട്ടോ. അപ്പം ഞാനേ ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് നല്ലപോലെ അരയ്ക്കുവാണേ. ഇതെല്ലാം കൂടി അരച്ചിട്ട് ഞാൻ ഇതിൻ്റെ പാലായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാൻ മോരുകറി വെക്കണത്. അപ്പം അത് ഞാൻ കാണിക്കാവേ. അതുണ്ടല്ലോ, ആ അരച്ചതെല്ലാം കൂടി അരച്ചിട്ട് പാല് പിഴിഞ്ഞിട്ട് മൺചട്ടിക്കകത്ത് എപ്പോഴും മോരുകറി വെക്കണം കേട്ടോ. അതാട്ടോ ഏറ്റവും ടേസ്റ്റ്. ഇനി നമുക്കുണ്ടല്ലോ തൈര് പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പയ്യെ ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടയാൻ പാകത്തിനൊന്ന് അടിച്ചെടുത്താൽ മതി. ഒത്തിരി നേരമായിട്ട് അടിക്കരുത്. അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെള്ളാംശം കൂടുതലായിരിക്കും. നമ്മളിനി അടിച്ച തൈരുണ്ടല്ലോ ഈ പാല് പിഴിഞ്ഞ് വെച്ചേക്കണതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ടുണ്ടല്ലോ ഇതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് സ്റ്റൗ എത്തിച്ചിട്ട് ഈ ചട്ടി അടുപ്പത്ത് വയ്ക്കാം. തേങ്ങയും ഇത് പച്ചമുളകും എല്ലാം കൂടി അരച്ചിട്ട് പാല് പിഴിഞ്ഞെടുത്തേക്കണ കാരണം കൊണ്ട് നമ്മൾ തൈരും അടിച്ച് മിക്സിയിൽ അടിച്ചിട്ടല്ലേ ഒഴിച്ചേക്കണേ. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ഒരു സൈഡ് മാത്രമായിട്ട് ഇളക്കണം. തിരിച്ച് ഇളക്കി കഴിയുമോ അല്ലെങ്കിൽ തീ അധികമായി കഴിഞ്ഞാൽ ഇട്ടിട്ടൊന്നും അടുപ്പത്തൊന്നും വേറെ ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കൈ നിർത്താതെ തന്നെ ഇളക്കി 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 നല്ല ചൂട് കയറുന്ന പാകം വരും. അപ്പം അപ്പോഴാണ് ഇത് ശരിക്കും ആവുള്ളൂ. അതുവരെ നമ്മൾ ക്ഷമയോടുകൂടി ഇളക്കണം. നിർത്തിക്കൊണ്ട് പോവരുത് കേട്ടോ. നമുക്കേ ഇതൊരുവിധം ആയതിന് ശേഷം കേട്ടോ ഉപ്പിടാമുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണമാണ്. ഇനിയിപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നല്ലൊരു ചൂടൊക്കെ ആയി തുടങ്ങി. ഒത്തിരി ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളയ്ക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മോര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ മോരെല്ലാം റെഡിയാക്കി വച്ചേ തണുക്കാനായിട്ടിരിക്കട്ടെ അതവിടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് ഇനി ഇതിന് മൂപ്പിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി, പച്ചമുളക്, കരിയാപ്പില, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാവേ. ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത്. വെളിച്ചെണ്ണയിൽ മോരുകറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ത് സാധനങ്ങളും വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അതാണ് നല്ലത്. കൊളസ്ട്രോളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വെളിച്ചെണ്ണയ്ക്ക് കൊളസ്ട്രോൾ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇടാം. എണ്ണ ചൂടായിട്ട് കടുകിട്ടു. കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ഉലുവ ഇടാം കേട്ടോ. അതും കൈ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണേ ഇഞ്ചി, പച്ചമുളക്, കരിയാപ്പില, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടിയിട്ട് മുറിപ്പിക്കാം. ഈ മോരുകറി ഉണ്ടാക്കാനായി എനിക്ക് എൻ്റെ ഒരു ആൻറ്റിയാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന്. ഞാനപ്പോൾ മോരുകറി ഉണ്ടാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ചൂടാക്കി ഉപയോഗിക്കും. എത്ര ദിവസം ഇരുന്നാലും മോരുകറി അങ്ങനെ കേടാവില്ല കേട്ടോ. നമ്മൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. നനഞ്ഞ തവിയൊന്നും ഇട്ട് പോരാതെ, അതുപോലെ ഒരുമിച്ച് എല്ലാം കൂടി എടുത്ത് വെച്ച് ചൂടാക്കാതെ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം ജോലിക്കാർക്കൊക്കെ പണി എളുപ്പമാവും കറി ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പം ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ചൂടാക്കി ഉപയോഗിക്കുക. ബെസ്റ്റാണ്. മലയാളികൾക്ക് പ്രത്യേകിച്ച് മോരുകറി ഒരു പ്രിയപ്പെട്ട സാധനമാണല്ലോ. അപ്പം അതുകൊണ്ട് ടേസ്റ്റായൊരു ഇത് കഴിക്കാതെ മോര് പാല് പിഴിഞ്ഞ് ഇങ്ങനെ ചെയ്യണത് കൊണ്ട് ടേസ്റ്റ് കൂടുതലാട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കണേ എല്ലാവരും. ഇപ്പം മൂപ്പായേ മതി. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫാക്കുക. എന്നിട്ട് ഇതങ്ങനെ തന്നെ എടുത്തിട്ട് മോരുകറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് കൊടുക്കണേ. അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ. അതിങ്ങനെ ഇത്തിരി നേരം ഒന്ന് കഴിഞ്ഞിട്ടാണ് എല്ലാം കൂടെ മൂടി ഒന്ന് ഇളക്കി കൊടുക്കാമെന്നുള്ളൂ.
അപ്പം അതങ്ങനെ ഇച്ചിരി നേരം ഒന്ന് കിടന്നിട്ട് ഒന്നങ്ങ് മൂടി വെക്കുക. ഇച്ചിരി നേരം കഴിയുമ്പോൾ അങ്ങ് യോജിപ്പിക്കുക. അപ്പം മോരേറി റെഡി. അപ്പം മോരേറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു പാചകമായിട്ട് ഇനി നമുക്ക് കാണാം. ബൈ.